ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം വക്കീൽ വാസു. ഉത്തരാഖണ്ഡിന് പിന്നാലെ ഇപ്പോൾ ഇതാ അസം സംസ്ഥാനവും ഏകീകൃത സിവിൽ കോഡ് അഥവാ UCC നടപ്പിലാക്കിയിരിക്കുന്നു. മതം ഏതായാലും സിവിൽ നിയമങ്ങൾ എല്ലാവർക്കും ഒന്നാകുന്ന ഈ സംവിധാനം വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക? നിലവിൽ ഓരോ മതവിഭാഗത്തിനും വെവ്വേറെ വ്യക്തി നിയമങ്ങളാണ് ഉള്ളത്. എന്നാൽ UCC വരുന്നതോടെ കല്യാണം കഴിക്കുന്നതിനും വിവാഹമോചനം നേടുന്നതിനും എല്ലാ മതസ്ഥർക്കും ഒരേ നിയമവും ഒരേ നടപടിക്രമങ്ങളുമായിരിക്കും. ഒരു പുരുഷൻ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന രീതി പൂർണ്ണമായും നിരോധിക്കപ്പെടും. എല്ലാ പൗരന്മാർക്കും ഏകഭാര്യത്വം ഏകഭർതൃത്വം നിർബന്ധമാകും. മാതാപിതാക്കളുടെ സ്വത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായ അവകാശം ഉറപ്പാക്കും. സ്ത്രീ ശാക്തീകരണത്തിന് ഇത് വലിയൊരു ചുവടുവെപ്പാണ്. ഉത്തരാഖണ്ഡ് മോഡൽ പിന്തുടരുകയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നവർ ലിവ് ഇൻ കപ്പിൾസ് അത് സർക്കാരിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പങ്കാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇത്. അസമിലെ വലിയൊരു വിഭാഗം വരുന്ന ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത ആചാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കാൻ ഭരണഘടനാപരമായ ഇളവുകൾ UCCയിലുണ്ടായിരിക്കും. വക്കീൽ വാസുവിന് ഇനി ഓരോ മതത്തിന്റെയും വ്യക്തി നിയമങ്ങൾ വെവ്വേറെ നോക്കി തലപുകയ്ക്കേണ്ടി വരില്ല. ക്രിമിനൽ നിയമം പോലെ സിവിൽ നിയമവും എല്ലാവർക്കും ഒന്നാകാൻ പോവുകയാണ്. മാറ്റങ്ങൾ നല്ലതിനാണെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ സുപ്രധാനമായ നിയമവിവരം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ. വക്കീൽ വാസുവിനൊപ്പം പുതിയ നിയമവാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിയമം അറിയാം, ഒരുമിച്ച് മുന്നേറാം.